നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. നല്ലൊരു റിവിഷൻ ക്ലാസ്സുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. അപ്പോൾ ജൂലൈ മാസത്തിലെ പരീക്ഷ ഇങ്ങ് അടുത്തു കഴിഞ്ഞു. എല്ലാവരും ശ്രദ്ധിക്കുക, പഠിക്കുകയാണെന്ന് അറിയാം. എന്നാലും ഒന്നും കൂടെ ഒരു ആശംസകൾ, എപ്പോഴും എല്ലാ ആഴ്ചയിലും വരുമ്പോൾ ആശംസകൾ നേരണമല്ലോ. വാശിയോടുകൂടി പഠിക്കുന്ന ഓരോരുത്തർക്കും കിട്ടണമെന്ന് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം എത്രയും നേരത്തെ കുറേ പേര് സേഫ് ആവുക, അടുത്ത പരീക്ഷയ്ക്ക് അടുത്ത സേഫ് ആവുക കുറേ പേര്. അപ്പം നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് നിങ്ങളൊന്ന് സേഫ് ആവുക എന്നാണ്. കാരണം ഒത്തിരി പേര് ലിസ്റ്റിലുണ്ട്, സാറേ കഴിഞ്ഞ LDC ഉണ്ട്, LGS ഉണ്ട്, അതിനി എപ്പോഴാണ് എടുക്കുന്ന സാറേ എന്നൊക്കെ പ്രതീക്ഷയോടുകൂടി പഠിക്കുന്നവരുണ്ട്. ഞാൻ എപ്പോഴും അവരോട് പറയാനുള്ളത്, നിങ്ങൾ മുമ്പിൽ വരുന്ന പരീക്ഷകൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. ജോലി കിട്ടപ്പോൾ ലിസ്റ്റ് വന്നു, ഇനി അത് എപ്പോൾ കിട്ടും, എന്ന് കിട്ടും എന്നുള്ള ചോദ്യങ്ങൾ വിട്ടേരെ. നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. കാരണം ഏതാ കിട്ടുന്ന, ആദ്യം കിട്ടുന്ന ഏതാന്ന് അറിയാം. ചിലപ്പോൾ ഇങ്ങനെ ഒരു പരീക്ഷ എഴുതിയിടുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഏറ്റവും നല്ല റാങ്ക് ലിസ്റ്റ് ആണെങ്കിൽ അതങ്ങ് കയറാലോ. അല്ലാതെ ഞാൻ മറ്റേതിലുണ്ട്, ഇനി അത് കിട്ടുമോ, ഇനി എടുക്കുന്നില്ലല്ലോ, ഇനി ചിന്താഗതി വേണ്ട. നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആഗ്രഹിച്ചത് ജോലി കിട്ടാനാ. എവിടം വരെ അറ്റം വരെ പഠിക്കാൻ പറ്റുമോ? പരീക്ഷകൾ തന്നില്ലേ, പഠിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാതെ മനസ്സ് ഡെസ്പായി പഠിക്കാതിരിക്കുക, ഞാൻ കളഞ്ഞിട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ പിന്നീട് തിരിച്ചു വരാൻ പാടാണ്. അതുകൊണ്ട് എന്തായാലും ഇറങ്ങി തിരിച്ചില്ല, കുളിക്കാൻ ചാടി, കുളത്തിലേക്ക് ചാടി, അപ്പോൾ നീന്തി തന്നെ കയറി ഇട്ട് തന്നെ പെർഫെക്റ്റ് ആവുക കേട്ടോ. തീർച്ചയായിട്ടും കിട്ടുമെന്നേ, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. ഓക്കെ, ഞാൻ പഴയതൊക്കെ ഒന്ന് റിവിഷൻ നടത്തി നോക്കട്ടെ, എല്ലാവർക്കും ഉണ്ടോ ഒന്നും കൂടെ ഒന്ന് കണ്ണോടിച്ച് നോക്കാം. കേരളത്തിലെ പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട നമുക്ക് നോക്കിയാൽ, അല്ലെങ്കിൽ ആദ്യം നവോത്ഥാന സംഘടനകൾ പറഞ്ഞ കേരളത്തിലെ നവോത്ഥാന സംഘടനകൾ, സമത്വ സമാജം കൂടെ തന്നെ വരണേ. സമത്വ സമാജമാരുടെ വൈകുണ്ഠ സ്വാമികൾ 1836 അല്ലെ, വൈകുണ്ഠ സ്വാമികൾ 1836, സമത്വ സമാജം. ഈ ചാനാർലകളെ പിന്തുണച്ച നവോത്ഥാന നായകൻ വൈകുണ്ഠ സ്വാമിയാണ്. ചാനാർലകളെ പിന്തുണച്ച നവോത്ഥാന നായകനാരാണ്? വൈകുണ്ഠ സ്വാമികൾ. നവോത്ഥാനത്തിന്റെ വഴികാട്ടി എന്ന് വിളിക്കുന്നത് വൈകുണ്ഠ സ്വാമികളെ അല്ലേ. അഖിലത്തിരിട്ട് അമ്മാനെ അരുൾ നൂല്, അഖിലത്തിരിട്ട് അമ്മാനെ അരുൾ നൂല് വൈകുണ്ഠ സ്വാമികളെ. അപ്പൊ ചാനാർലകളെ പിന്തുണച്ച നവോത്ഥാന നായകനാരാണ്? വൈകുണ്ഠ സ്വാമികൾ. പ്രധാന ചാനാർലകൾ ഏത് വർഷമാണ്? 1859 അല്ലെ. ചാനാർലകൾ ഏത് വർഷം എന്ന് ചോദിച്ചാൽ 1859. ഇതിനെ തുടർന്ന് ഈ തിരുവിതാംകൂറിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിയ രാജാവ് ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. ചാനാർലകളെ തുടർന്ന് തിരുവിതാംകൂറിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിയ രാജാവ് ആരാണ്? ഉത്രം തിരുനാൾ. തെറ്റിപ്പോരുത്, ഏത് രാജാവാണ്? ഉത്രം തിരുനാളാണ്. 1859 ചാനാർലകള. അവിടെ നല്ലൊരു ചോദ്യമുണ്ട്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവാരെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവാരുടെ, അതും ഉത്രം തിരുനാളാണ്. തിരുവിതാംകൂർ രാജാവാരെന്ന് ചോദിച്ചു. പിന്നെ പോസ്റ്റ് ഓഫീസ് കൊണ്ടുവന്നു. ആലപ്പുഴയിൽ പോസ്റ്റ് ഓഫീസ് കൊണ്ടുവന്നതും ഒന്നാം സ്വാതന്ത്ര്യ സമരം ഒരു വർഷമല്ലേ. കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് വന്നത് എവിടെയാണ്? 1857 ആലപ്പുഴയിലാണ് ആദ്യ പോസ്റ്റ് ഓഫീസ് വന്നത്. ആദ്യ കയർ ഫാക്ടറി വന്നതും ആലപ്പുഴയിലല്ലേ. അത് 2 വർഷം കഴിഞ്ഞിട്ടാണ്, 1859. അപ്പൊ ആദ്യ പോസ്റ്റ് ഓഫീസ് വന്നത് ആലപ്പുഴയിൽ, ആദ്യ കയർ ഫാക്ടറി വന്നത് എവിടെയാണ്? ആലപ്പുഴയിൽ. 57 പോസ്റ്റ് ഓഫീസും 59 ഏതാണ് വന്നേ? കയർ ഫാക്ടറി. ജെയിംസ് ഡാറ അല്ലെ, ഡാറാസ് മെയിൽ എന്നല്ലേ കയർ ഫാക്ടറി. അപ്പൊ 57 പോസ്റ്റ് ഓഫീസ് വന്നത്. ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകളുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ തൃശ്ശൂരാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകളുള്ള ജില്ല ഏതാണ്? തൃശ്ശൂരാണ്. ബ്ലോക്ക് ഓഫീസും പോസ്റ്റ് ഓഫീസും ഒക്കെ ഏറ്റവും കൂടുതൽ എവിടെ? തൃശ്ശൂരാണ്. അപ്പൊ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ഉത്രം തിരുനാൾ. ചാനാർലകളുടെ സമയത്ത് തിരുവിതാംകൂർ രാജാവ് ഉത്രം തിരുനാളാണ്. പിന്നെ അവിടെ നല്ലൊരു ക്വസ്റ്റ്യൻ, പോസ്റ്റ് ഓഫീസ് ആരുടെ കൃതിയാണ്? പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് ആരുടെ കൃതിയാണ്? രവീന്ദ്രനാഥ ടാഗോറിന്റെ പ്രശസ്ത കൃതിയാണ് പോസ്റ്റ് ഓഫീസ്. അദ്ദേഹത്തിന്റെ 2-3 കൃതികൾ ഓർമ്മ ഉണ്ടോ? പോസ്റ്റ് ഓഫീസ്, ഗോറ, ഗാർഡനർ, കാബൂളിവാല, ഗീതാഞ്ജലി. പോസ്റ്റ് ഓഫീസ്, ഗോറ, കാബൂളിവാല, ഗീതാഞ്ജലി, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ആരുടെ? രവീന്ദ്രനാഥ ടാഗോറാണ് ഗാന്ധിജി ആദ്യമായി മഹാത്മാ എന്ന് വിളിച്ചത്. ഗാന്ധിജി ആദ്യമായി മഹാത്മാ എന്ന് വിളിച്ചത് ടാഗോറാ. ഗാന്ധിജി ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസ് അല്ലേ. ഗാന്ധിജി ആദ്യമായി മഹാത്മാ എന്ന് വിളിച്ചത് ടാഗോറും, ഗാന്ധിജി ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിന്റെ ഒരു പാർട്ടിയല്ലേ ഫോർവേഡ് ബ്ലോക്ക്. ഫോർവേഡ് ബ്ലോക്ക് 1939 വന്ന ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചതാരാണ്? സുഭാഷ് ചന്ദ്രബോസ്. വർഷം എന്നാണ് ഫോർവേഡ് ബ്ലോക്ക്? 1939. സുഭാഷ് ചന്ദ്രബോസ് ആണ്. 39 എന്ന് കേട്ടാൽ സുഭാഷ് ചന്ദ്രബോസിന് വേറൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമുണ്ട്. എന്താ? ഈ INC-യിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്ന ഒരേ ഒരു വർഷം അതല്ലേ? INC-യിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്ന ഒരേ ഒരു വർഷം എന്നാണ് 1939 ത്രിപുരി സമ്മേളനം അല്ലേ. ത്രിപുരി സമ്മേളനം ആരൊക്കെ തമ്മില? സുഭാഷ് ചന്ദ്രബോസും ഗാന്ധിജിയുടെ നോമിനിയായ പട്ടാഭി സീതാരാമയ്യ. ഗാന്ധിജിയുടെ നോമിനിയായ പട്ടാഭി സീതാരാമയ്യ സുഭാഷ് ചന്ദ്രബോസും തമ്മിൽ നടന്ന ഏതായിരുന്നത്?
ത്രിപുരി സമ്മേളനം 39-ലായിരുന്നു അല്ലെ. പട്ടാഭി സീതാരാമയ്യ പരാജയപ്പെട്ടു, സുഭാഷ് ചന്ദ്രബോസ് ജയിക്കുകയൊക്കെ ചെയ്തു അല്ലെ. കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ ആര് എന്ന് ചോദിച്ചാൽ പട്ടാഭി സീതാരാമയ്യ. കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? പട്ടാഭി സീതാരാമയ്യാണ്. ഓക്കെ, അപ്പൊ സുഭാഷ് ചന്ദ്രബോസിന്റെ മത്സരം പഠിച്ച് ഈ സുഭാഷ് ചന്ദ്രബോസിന്റെ ആത്മകഥ ഏതാണെന്നറിയാമോ? ആത്മകഥ നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഇന്ത്യൻ സ്ട്രഗിൾ ആണ് സുഭാഷ് ചന്ദ്രബോസിന്റെ ആത്മകഥയുടെ പേരെന്താണ്? ഇന്ത്യൻ സ്ട്രഗിൾ എന്നതാണ് ആത്മകഥ. ഇദ്ദേഹത്തിന് ഒരു അപൂർണ ആത്മകഥയുണ്ട്. സുഭാഷ് ചന്ദ്രബോസിന് ഒരു അപൂർണ ആത്മകഥയുണ്ട്, ഇന്ത്യൻ പിൽഗ്രിം എന്നതാണ്. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസിന്റെ ആത്മകഥ ഏതെന്ന് ചോദിച്ചാൽ ഏതാ? ഇന്ത്യൻ സ്ട്രഗിളും. അപൂർണ ആത്മകഥ ഏതെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ പിൽഗ്രിം എന്നതായിരുന്നു കേട്ടോ. സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനം അന്വേഷിച്ച കമ്മീഷൻ ഏതൊക്കെയാ? മുഖർജി കമ്മീഷൻ, ഷാജി ബോൺസിലെ കമ്മീഷൻ അല്ലെ. മുഖർജി കമ്മീഷൻ, ഷാജി ബോൺസിലെ കമ്മീഷൻ ഒക്കെ ഏതാണ്? ഷാനവാസ് കമ്മീഷൻ. അപ്പൊ മുഖർജി കമ്മീഷനാണ് പ്രധാനമായിട്ടും ഓർത്തു വെച്ചിരിക്കണേ. സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനം അന്വേഷിച്ച കമ്മീഷൻ ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോർവേഡ് ബ്ലോക്ക് ഏത് വർഷം? 1939. ഇദ്ദേഹത്തിന്റെ INA ഇദ്ദേഹം ഏറ്റെടുക്കുകയാണ് ചെയ്തത് അല്ലെ. ആസാദ് ഹിന്ദു ഫൗജൊക്കെ പിന്നീട് INA ആയി ഏറ്റെടുക്കുകയൊക്കെ ചെയ്തപ്പം ഇതിന്റെ വനിതാ വിഭാഗം നേതാവ് ആരെന്ന് ചോദിച്ചിട്ടില്ലേ? INAയുടെ വനിതാ വിഭാഗം അറിയപ്പെടുന്നത് ഝാൻസി റാണി റെജിമെന്റ് എന്നല്ലേ, ഝാൻസി റാണി റെജിമെന്റ്. ഇതിന്റെ വനിതാ വിഭാഗം നേതാവ് ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. INCയുടെ നമ്മുടെ INAയുടെ ഇന്റർനാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം അറിയപ്പെടുന്ന ഏതാണ്? ഝാൻസി റാണി റെജിമെന്റ്. ഇതിന്റെ വനിതാ വിഭാഗം ക്യാപ്റ്റൻ ആരാ? ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് അല്ലേ. എവിടെയോ പഠിച്ചിട്ടില്ലേ ക്യാപ്റ്റൻ ലക്ഷ്മി? എവിടെയാ ക്യാപ്റ്റൻ ലക്ഷ്മിയെ പഠിച്ചേ? നമ്മുടെ APJ അബ്ദുൽ കലാമിനെതിരെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ APJ അബ്ദുൽ കലാമിനെതിരെ മത്സരിച്ചത് ആരാ? ക്യാപ്റ്റൻ ലക്ഷ്മി ആയിരുന്നടെ. അപ്പൊ APJ അബ്ദുൽ കലാം 11ാമത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ഇന്ത്യയുടെ 11ാമത്തെ പ്രസിഡന്റ് ആരാണ്? APJ അബ്ദുൽ കലാം. എവിടുത്തുകാരനാ? തമിഴ്നാട് രാമേശ്വരംകാരൻ. APJ അബ്ദുൽ കലാം തമിഴ്നാട് രാമേശ്വരംകാരനാണ്. അദ്ദേഹത്തിനെതിരെ മത്സരിച്ചത് ക്യാപ്റ്റൻ ആരായിരുന്നു? ക്യാപ്റ്റൻ ലക്ഷ്മി ആയിരുന്നു. 10ാമത്തെ പ്രസിഡന്റ് നമ്മുടെ മലയാളിയായ KR നാരായണൻ അല്ലെ. ഇന്ത്യയുടെ 10ാമത്തെ പ്രസിഡന്റ് ആരാണ്? KR നാരായണനാണ്. 2 മലയാളികൾ തമ്മിൽ മത്സരിച്ചതായിരുന്നടെ. അന്ന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ 2 മലയാളികൾ തമ്മിൽ മത്സരിച്ചു. KR നാരായണനും TN ശേഷനും തമ്മിലായിരുന്നു. അപ്പം ഇന്ത്യയിലെ 10ാമത്തെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുത്തത് KR നാരായണൻ. എതിരാളി ആരാണ്? TN ശേഷൻ. കേട്ടിട്ടുണ്ടോ TN ശേഷൻ? നല്ലൊരു ചോദ്യം ഉണ്ടോ. നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഒരേ ഒരു മലയാളി ആരെന്ന് വെച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഒരേ ഒരു മലയാളി ആരാ? TN ശേഷനാണ്. അപ്പൊ ഈ TN ശേഷനും KR നാരായണൻ തമ്മിൽ മത്സരിച്ച് 10ാമത്തെ പ്രസിഡന്റ് ആയിട്ട് നമ്മളെ KR നാരായണൻ ജയിക്കുകയാണ് ചെയ്തത്. കോട്ടയം ജില്ലയിലെ ഉഴവൂരുകാരനാണ് കേട്ടോ. KR നാരായണൻ എവിടുത്തുകാരനാണ്? കോട്ടയം ജില്ലയിലെ ഉഴവൂരുകാരനാണ്. കർമ്മഭൂമി അഥവാ ഉദയഭൂമിയാണ് ഇദ്ദേഹത്തിന്റെ സമാധി സ്ഥലം. അപ്പൊ KR നാരായണന്റെ സമാധി സ്ഥലം ചോദിച്ചാൽ കർമ്മഭൂമി അഥവാ ഉദയഭൂമി. ചൈത്രഭൂമി ആരുടെയാണ്? ചൈത്രഭൂമി അഥവാ ചൈതന്യഭൂമി ആരുടെ സമാധി സ്ഥലമാണ്? ചൈത്രഭൂമി അഥവാ ചൈതന്യഭൂമി നമ്മുടെ BR അംബേദ്കറുടെ സമാധി സ്ഥലമാണ്. BR അംബേദ്കറുടെ സമാധി സ്ഥലമാണ് ചൈത്രഭൂമി അഥവാ ചൈതന്യഭൂമി. ഇദ്ദേഹം പറഞ്ഞ ഒരു വാചകമുണ്ട്, കാളയെ പോലെ പണിയെടുക്കൂ, സന്യാസിയെ പോലെ ജീവിക്കൂ. കാളയെ പോലെ പണിയെടുക്കൂ, സന്യാസിയെ പോലെ ജീവിക്കൂ. ആരുടെ വാചകമാണ്? BR അംബേദ്കറുടെ വാചകമാണ്. ഇദ്ദേഹം മധ്യപ്രദേശുകാരനാണ്. മധ്യപ്രദേശിലെ മോവ് എന്ന ഗ്രാമത്തിൽ ജനിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. മധ്യപ്രദേശിലെ മോവ് എന്ന ഗ്രാമത്തിലാണ് ആര് ജനിക്കുന്നത്? BR അംബേദ്കർ. ആധുനിക ബുദ്ധനെന്നും ആധുനിക മനു എന്നൊക്കെ അറിയപ്പെടുന്നത്. ആധുനിക ബുദ്ധൻ, ആധുനിക മനു, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നും ആധുനിക ബുദ്ധൻ എന്നും ആധുനിക മനു എന്നൊക്കെ അറിയപ്പെടുന്നത് ആരെയുടെ? BR അംബേദ്കർ. ഇദ്ദേഹത്തിന്റെ പ്രസ്ഥാനമാണ് മഹർ പ്രസ്ഥാനം. മഹർ പ്രസ്ഥാനവും ബഹിഷ്കൃത ഹിതകാരിണി സഭ ആരുടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. മഹർ പ്രസ്ഥാനവും ബഹിഷ്കൃത ഹിതകാരിണി സമാജവും സഭയും ആരുടെയാ? BR അംബേദ്കറുടെയാ. അപ്പൊ കാളയെ പോലെ പണിയെടുക്കൂ, സന്യാസിയെ പോലെ ജീവിക്കൂ. ആരുടെയാ? BR അംബേദ്കർ. ഇനി ഇദ്ദേഹത്തിന്റെ പത്രങ്ങൾ പറയട്ടെ. BR അംബേദ്കറുടെ 2 പത്രങ്ങളാണ് മൂകനായകം, ബഹിഷ്കൃത ഭാരതവും. മൂകനായകം, ബഹിഷ്കൃത ഭാരതവും ആരുടെയാണ്? BR അംബേദ്കർ. മനുസ്മൃതി കത്തിച്ച ദേശീയ നേതാവ് ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. മനുസ്മൃതി കത്തിച്ച ദേശീയ നേതാവ് ആരാണ്? BR അംബേദ്കർ ആണ്. ഈ BR അംബേദ്കർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ നിയമമന്ത്രി. മറന്നു പോരുതേ, ഇന്ത്യയിലെ ആദ്യത്തെ നിയമമന്ത്രി ആരാണ്? BR അംബേദ്കർ. ഇദ്ദേഹം പിന്നീട് രാജിവെക്കുകയും ചെയ്തു.
ചെയ്തു? ബുദ്ധമതം സ്വീകരിക്കുകയൊക്കെ ചെയ്തു. ഹിന്ദു മതത്തിൽ നിന്ന് മാറി 1956 മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ വെച്ച് ബുദ്ധമതം സ്വീകരിച്ചത് ആര് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഹിന്ദു മതത്തിൽ നിന്ന് മാറി 56 ബുദ്ധമതം സ്വീകരിച്ച പ്രധാന വ്യക്തി ആരാണ്? BR അംബേദ്കർ ആണ്. അപ്പം BR അംബേദ്കറുടെ മറന്നുപോരുത്. BR അംബേദ്കർ ഇന്ത്യയിലെ ആദ്യത്തെ ഏത് വകുപ്പാണ്? നിയമമന്ത്രി. പിന്നെ ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും വലിയ കമ്മിറ്റിയിലൂടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, ഇതിന്റെ ചെയർമാനും ആരാ? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാലും BR അംബേദ്കർ. 7 പേരല്ലേ ഭരണഘടനയിലെ ഏറ്റവും വലിയ കമ്മിറ്റി ഏതാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. എത്ര പേരുണ്ട്? 7 പേരാണ് ഉള്ളത്. അതിന്റെ ചെയർമാൻ BR അംബേദ്കർ. ഓർത്തു വെച്ചിരിക്കണേ. ഇദ്ദേഹത്തിന് മരണാനന്തര ഭാരതരത്നം കൊടുക്കുന്നത് 1990 കൂടിയാണ് BR അംബേദ്കർക്ക് എന്ത് കിട്ടുന്നത്? ഭാരതരത്നം കിട്ടുന്നത് മരണാനന്തര. നമുക്ക് തിരിച്ചു വരാം. നമ്മൾ പറഞ്ഞു വന്നത് ഏതായിരുന്നു? പ്രസിഡന്റിനെ കുറിച്ചായിരുന്നു അല്ലേ? അപ്പം മലയാളി പ്രസിഡന്റ് എത്രയാണ്? 10ാമത്തെ പ്രസിഡന്റാണ് KR നാരായണൻ. അപ്പം KR നാരായണൻ എവിടുത്തുകാരനാണ്? കോട്ടയം ജില്ലയിലെ ഉഴവൂരുകാരന്. കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പുകാരൻ ഒരു പ്രശസ്ത വ്യക്തിയുണ്ടല്ലേ? ആരാ? കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പില് അത് ഒരേ ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലേ? ഇന്ത്യയുടെ ഒരേ ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാ? KG ബാലകൃഷ്ണൻ അല്ലേ? ഒരേ ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് KG ബാലകൃഷ്ണൻ. ഇദ്ദേഹമാണ് എന്താണ് ഇന്ത്യയിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആവുന്ന ഒരേ ഒരു മലയാളി ആയിരുന്നു വെച്ചിട്ടുണ്ട്. പിന്നെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാകുന്ന ഒരേ ഒരു മലയാളിയും ഇദ്ദേഹം ആരാ? KG ബാലകൃഷ്ണൻ. അപ്പൊ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആവുന്ന ഒരേ ഒരു മലയാളി KG ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാകുന്ന ഒരേ ഒരു മലയാളി ആരാണ്? നമ്മുടെ ആരായിരുന്നു? KG ബാലകൃഷ്ണൻ. എവിടുത്തുകാരനാ? കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ്. പിന്നെ ഒരു പ്രശസ്ത എഴുത്തുകാരനില്ലേ? വൈക്കം മുഹമ്മദ് ബഷീർ. കോട്ടയം ജില്ലക്കാരനാണ്. കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിലാണ് ആര് ജനിച്ചത്? വൈക്കം മുഹമ്മദ് ബഷീർ. ബേപ്പൂർ സുൽത്താൻ എന്നൊരു അപരനാമമുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബേപ്പൂർ സുൽത്താൻ എന്നൊരു അപരനാമമുണ്ട്. ഓർമ്മയുടെ അറകൾ ഇദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാ. ആരുടെ? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആത്മകഥയുടെ പേരെന്താണ്? ഓർമ്മയുടെ അറകൾ എന്ന് പറയുന്നത്. എന്റുപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു, ബാല്യകാല സഖി അല്ലെ? ഒത്തിരി പ്രധാനപ്പെട്ട കൃതികളുണ്ട്. ബാല്യകാല സഖിയൊക്കെ ഫേമസാ. മജീദും സുഹറയുടെയും കഥ പറയുന്ന ബാല്യകാല സഖി, ഇതൊക്കെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ. ഓർമ്മയുടെ അറകളാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആത്മകഥയുടെ പേരെന്താണ്? ഓർമ്മയുടെ അറകൾ എന്ന് പറയുന്നത്. അതുപോലെ അപ്പൊ കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിൽ KG ബാലകൃഷ്ണനും വന്നു. ആരാ? വൈക്കം മുഹമ്മദ് ബഷീറും വന്നു അല്ലെ? ഈ കോട്ടയം ജില്ലയിലല്ലേ ഇവിടെ കുമരകം സ്ഥിതി ചെയ്യുന്നത്? കുമരകം പക്ഷി സങ്കേത കേന്ദ്രം ഏത് കായലിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് ജില്ലയെന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കുമരകം പക്ഷി സങ്കേത കേന്ദ്രം ഏത് കായലിലാണ്? വേമ്പനാട്ട് കായൽ അല്ലേ? ഏത് ജില്ല? കോട്ടയം. അപ്പൊ വേമ്പനാട്ട് കായലിൽ കോട്ടയം ജില്ലയിലാണ് കുമരകം സ്ഥിതി ചെയ്യുന്നത്. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നതും കുമരകം അല്ലേ? ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്ന അപരനാമം ഏത് പക്ഷി സങ്കേതത്തിനാണ്? കുമരകം പക്ഷി സങ്കേത കേന്ദ്രം. കടലുണ്ടി പക്ഷി സങ്കേത കേന്ദ്രം എവിടെയാണ്? കടലുണ്ടി അത് നമ്മുടെ മലപ്പുറത്താണ്. കുമരകം കോട്ടയത്താണെങ്കിൽ കടലുണ്ടി എവിടെയാണ്? മലപ്പുറത്താണ് കടലുണ്ടി. മുണ്ടേരിക്കടവ് കണ്ണൂരാണ്. മുണ്ടേരിക്കടവ് എവിടെയാണ്? കണ്ണൂര്. അരിപ്പ എവിടെ? അരിപ്പ പക്ഷി സങ്കേത കേന്ദ്രം. അരിപ്പ പക്ഷി സങ്കേത കേന്ദ്രം തിരുവനന്തപുരത്താണ്. അരിപ്പ പക്ഷി സങ്കേത കേന്ദ്രം എവിടെയാണ്? തിരുവനന്തപുരം. ചുലനൂർ എവിടെ? ചുലനൂര് അതൊരു മയിൽ വളർത്തൽ കേന്ദ്രമാണ് അല്ലേ? ചുലനൂർ മയിൽ വളർത്തൽ കേന്ദ്രം നമ്മുടെ പാലക്കാട് ജില്ലയിലാണ്. കുഞ്ചൻ നമ്പ്യാർ സ്മൃതി വനമൊക്കെ അവിടെ ആണെന്നല്ലേ പറയുന്നത്? ചുലനൂർ പക്ഷി സങ്കേതത്തിലാണ് കുഞ്ചൻ നമ്പ്യാർ സ്മൃതി വനമൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ കുമരകം ഏത് കായലിലാണ്? വേമ്പനാട്ട് കായൽ. വൈക്കം ക്ഷേത്രവും വേമ്പനാട്ട് കായലിന്റെ അടുത്തല്ലേ? ആണ്. വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതും വേമ്പനാട്ട് കായലിലാണ്. തണ്ണീർ മുക്കം ബണ്ട്, തോട്ടപ്പള്ളി സ്പിൽവേ ഇതൊക്കെ വേമ്പനാട്ട് കായലിലല്ലേ? ആണ്. ഇത് രണ്ടും പക്ഷെ ആലപ്പുഴയിൽ കിടക്കുക കേട്ടോ. വൈക്കവും കുമരകവും കോട്ടയത്ത് വന്നു. പക്ഷെ തണ്ണീർ മുക്കം ബണ്ടും തോട്ടപ്പള്ളി സ്പിൽവേയും ഏത് ജില്ലയാണ്? ആലപ്പുഴ. ഏത് കായൽ എന്ന് ചോദിച്ചാൽ വേമ്പനാട്ട് കായൽ. എത്ര ജില്ലകളിലൂടെ പോകുന്നുണ്ട് വേമ്പനാട്ട് കായൽ? എല്ലാം കണക്ട് ചെയ്ത് പറയുകയാണ്. നേരത്തെ പഠിപ്പിച്ചിട്ടുള്ളതാ, നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അല്ല, വേമ്പനാട്ട് കായൽ എത്ര ജില്ലകളിലൂടെ പോകുന്നു? ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, എറണാകുളം. കാരണം എന്താ? കൊച്ചി തുറമുഖം, വേമ്പനാട്ട് കായൽ. പിന്നെ നമ്മളിപ്പം പഠിച്ചു കോട്ടയം പഠിച്ചു, ഇപ്പം പഠിച്ചു ആലപ്പുഴയും പഠിച്ചു. അപ്പോൾ 3 ജില്ലകളിലൂടെ. അപ്പോൾ വേമ്പനാട്ട് കായൽ എത്ര ജില്ലകളിലൂടെ പോകുന്നത്? വേമ്പനാട്ട് കായൽ 3 ജില്ലകൾ: എറണാകുളം, കോട്ടയം, ആലപ്പുഴ. അതുപോലെ ഈ വേമ്പനാട്ട് കായലിന് വേറൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യം ഉണ്ട്. ഏതാണെന്നറിയാമോ? ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ കായൽ വേമ്പനാട്ട് കായലാണ്. ഇന്ത്യയിലെ വലുതല്ല, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ വേമ്പനാട്ട് കായലാണ്. ഇന്ത്യയിലെ വലിയ കായൽ ഒഡീഷയിലെ ചിൽക്ക തടാകമാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? ചിൽക്ക തടാകം. നീളം കൂടിയ കായൽ ചോദിച്ചാൽ വേമ്പനാട്ട് കായലാണ് പറയേണ്ടത് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലുത് ഒഡീഷയിലെ ചിൽക്ക തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം അത് ജമ്മു കാശ്മീരിലാണ്, വൂളാർ തടാകം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചോദിച്ചാൽ ചിൽക്ക തടാകം. ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്ന്
ചോദിച്ചാൽ ജമ്മു കാശ്മീരിലെ ഊളാർ തടാകം. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചോദിച്ചിട്ടില്ലേ? വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം അത് മണിപ്പൂരിലെ ലോക്താക് തടാകമാണ്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? മണിപ്പൂരിലെ ലോക്താക് തടാകമാണ്. ഓർത്തു വെച്ചിരിക്കണേ. കേരളത്തിലെ ഏറ്റവും വലിയ തടാകം ഏതാ? കേരളത്തിൽ കായൽ എന്ന് അറിയപ്പെടുന്നത് അല്ലേ? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാ? വേമ്പനാട്ട് കായൽ. പക്ഷെ കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായൽ, കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ അഷ്ടമുടി കായലാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായലെന്നും കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായലും ഏതാണ്? അഷ്ടമുടി കായലാണ് നമ്മൾ പറയേണ്ടത്. അതും നല്ലൊരു ചോദ്യമായിരുന്നു അല്ലേ? അഷ്ടമുടി കായലിലൂടെ പനയുടെയും നീരാളിയുടെ ആകൃതിയിലുള്ളത്, പനയുടെയും നീരാളിയുടെ ആകൃതിയിലുള്ള കായൽ ഏതാണ്? അഷ്ടമുടി കായലാണ് അല്ലേ? അതുപോലെ ഈ അഷ്ടമുടി കായലാണ് കണ്ടൽ കാടുകൾ നിറഞ്ഞ കേരളത്തിലെ കായൽ ഏത്? അഷ്ടമുടി കായല. മൺട്രോ തുരുത്ത്, സാമ്പ്രാണിക്കുടി, ഇതൊക്കെ അഷ്ടമുടി കായലുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. മൺട്രോ തുരുത്തൊക്കെ ഏതാണ്? അഷ്ടമുടി കായലിലാണ് മൺട്രോ തുരുത്തൊക്കെ സ്ഥിതി ചെയ്യുന്നത് അല്ലേ? പനയുടെയും നീരാളിയുടെ ആകൃതിയിൽ. ഏത് ജില്ലയിലാണ് അഷ്ടമുടി കായൽ? അഷ്ടമുടി കായൽ കൊല്ലം ജില്ലയിലാണ്. അഷ്ടമുടി കായൽ എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. അവിടെ അല്ലേ പെരുമൺ ദുരന്തം നടന്നത്? അഷ്ടമുടി കായലിലാണ് പെരുമൺ ദുരന്തം നടന്നത് 1988 ജൂലൈ 8-ന്. 1988 ജൂലൈ 8-നാണ് പെരുമൺ ദുരന്തം നടന്നത്. ഐലൻഡ് എക്സ്പ്രസ് ആയിരുന്നു മറിഞ്ഞത് കേട്ടോ. അഷ്ടമുടി കായലിലാണ് ഈ പെരുമൺ ദുരന്തം നടന്നത്. അതും പരീക്ഷയ്ക്ക് ചോദിക്കുക. ഏത് വർഷമാണ്? 1988 ജൂലൈ 8 അല്ലേ? ജൂലൈ 11 ജനസംഖ്യാ ദിനം. നല്ലൊരു ചോദ്യം. ജൂലൈ 11 ഏത് ദിനമാണ്? ജനസംഖ്യാ ദിനം എന്നു ചോദിച്ചാൽ ജൂലൈ 11. ജൂലൈ 21 നമ്മുടെ ചാന്ദ്രദിനം എന്നു വെച്ചിട്ടുണ്ട്. ജൂലൈ 21 ഏതാണ്? ചാന്ദ്രദിനം ജൂലൈ 21. ജൂലൈ 29 കടുവാ ദിനമാണ്. ജൂലൈ 21 ഏതാണ്? കടുവാ ദിനം ജൂലൈ 21. കടുവകളുടെ സെൻസസ് എടുക്കുന്ന പ്രക്രിയയാണ് പഗ് മാർക്ക് എന്ന് വിളിക്കുന്നത്. പഗ് കേട്ടോ. കടുവകളുടെ സെൻസസ് എടുക്കുന്ന പ്രക്രിയ ഏതാണ്? പഗ് മാർക്ക് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ദേശീയമൃഗം സിംഹമായിരുന്നു. ഏത് വർഷം വരെയാണ് ഇന്ത്യയുടെ ദേശീയമൃഗം സിംഹമായത്? 72. 1972 ഒക്ടോബർ നവംബർ ആ സമയം വരെ സിംഹമായിരുന്നു. പിന്നീട് 72 അവസാനം മുതൽ ആര് വന്നു? ഇന്ത്യയുടെ ദേശീയമൃഗം കടുവയായിട്ട് മാറി. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയമൃഗം സിംഹമായിരുന്നു. 72 മുതൽ പിന്നെ ആര് മാറി? കടുവയായി ഇന്ത്യയുടെ ദേശീയമൃഗം. തൊട്ടടുത്ത വർഷമാണ് പ്രോജക്റ്റ് ടൈഗർ വന്നത്. അപ്പോൾ പ്രോജക്റ്റ് ടൈഗർ ഏത് വർഷം എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഏതാ? 1973 പ്രോജക്റ്റ് ടൈഗർ നടപ്പിലാക്കിയത്. കടുവയുടെ ശാസ്ത്രീയ നാമമല്ലേ പന്തീറ ടൈഗ്രിസ് എന്ന് വിളിക്കുന്നത്? കടുവയുടെ ശാസ്ത്രീയ നാമമാണ് പന്തീറ ടൈഗ്രിസ്. അപ്പം കടുവകളുടെ സെൻസസ് എടുക്കുന്ന പ്രക്രിയ ഏതാണ്? പഗ് മാർക്ക് എന്ന് പറയുന്നു. കടുവ ഏത് വർഷമാണ് ദേശീയമൃഗമായത്? 72 അല്ലേ? റോയൽ ബംഗാൾ കടുവയെ കാണപ്പെടുന്ന ഇന്ത്യയുടെ ദേശീയ പാർക്ക് ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. റോയൽ ബംഗാൾ കടുവയെ കാണപ്പെടുന്ന ഇന്ത്യയുടെ ദേശീയ പാർക്ക് ആസാമിലെ മനാസ് ദേശീയ പാർക്കാണ്. ആസാമിലെ മനാസ് ദേശീയ പാർക്കാണ് റോയൽ ബംഗാൾ കടുവയെ കാണപ്പെടുന്ന ദേശീയ പാർക്ക്. അതുപോലെ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം കാണപ്പെടുന്ന ഇന്ത്യയിലെ ദേശീയ പാർക്ക് ഏതാന്ന് വെച്ചിട്ടുണ്ട്. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം കാണപ്പെടുന്ന ഇന്ത്യയുടെ ദേശീയ പാർക്ക് ഏതാണെന്ന് അറിയാമോ? കാസിരംഗ. കാസിരംഗ അതും ആസാമിലാണ്. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം കാണപ്പെടുന്ന ദേശീയ പാർക്ക് കാസിരംഗ ദേശീയ പാർക്ക് ആസാം. റോയൽ ബംഗാൾ കടുവയെ കാണപ്പെടുന്ന ദേശീയ പാർക്ക് ഏതാണ്? ദേശീയ പാർക്ക് മനാസ് ദേശീയ പാർക്ക് ആസാമിലാണ് അല്ലേ? ഈ വെള്ളക്കടുവകളെ കാണപ്പെടുന്ന ദേശീയ പാർക്ക് ഏതാണെന്ന് അറിയാമോ? വെള്ളക്കടുവകളെ കാണപ്പെടുന്നത് ഒഡീഷയിലെ നന്ദൻകാനൻ ദേശീയ പാർക്ക്. മറന്നുപോരുതേ. വെള്ളക്കടുവകളെ കാണപ്പെടുന്നത് ഏതാണ്? ഒഡീഷയിലെ നന്ദൻകാനൻ ദേശീയ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ പാർക്ക് ഏതാ? ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ പാർക്ക് ജിം കോർബറ്റ് ദേശീയ പാർക്ക് ഉത്തരാഖണ്ഡിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ പാർക്ക് ഏതാണ്? ജിം കോർബറ്റ് ദേശീയ പാർക്ക് ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ പാർക്ക് ഏതാണെന്ന് അറിയാമോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ പാർക്ക് ഹെമിസ് ദേശീയ പാർക്ക് ലഡാക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ പാർക്ക് ഏതാണ്? ഹെമിസ് ദേശീയ പാർക്ക് ലഡാക്കാണ്. ഓർത്ത് വെച്ചിരിക്കണേ. ലഡാക്കാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ്. ഏറ്റവും ചെറുത് ലക്ഷദ്വീപാണ് കേട്ടോ. ദേശീയ പാർക്കുകളിൽ ഏറ്റവും വലുത് ഏതാണ്? ഏറ്റവും വലുത് ലഡാക്ക്. ഏറ്റവും ചെറുത് ഏതാണ്? ലക്ഷദ്വീപ്. ഓക്കെ. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ പ്രീവിയസിലെ സയൻസുമായി ബന്ധപ്പെട്ടതാണ്. ബയോളജി അല്ല എടുത്തത്. ഇതുവരെ നടന്ന ഒരു 5 ചോദ്യ പേപ്പർ ഞാൻ എടുത്തിട്ട് സയൻസിലെ കണക്റ്റഡ് ഫാക്ട്സ് ഒരു ചോദ്യം എടുക്കും, അതിൻ്റെ ഉത്തരങ്ങളുമായിട്ട്. അതുകൊണ്ട് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം പല പ്രിലിംസിൻ്റെ ചോദ്യത്തിലും ഇത് ആവർത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് ചോദ്യം ഫിസിക്സും കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യം എടുത്ത് അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സ്. അതുകൊണ്ട് കൂടുതലായിട്ട് നിങ്ങളായിട്ട് ബോറടിപ്പിക്കത്തില്ല. സയൻസ് പൊതുവേ ബോറാണ് നിങ്ങൾക്ക്. എന്നാലും ഞാൻ ഇന്ന് ടോപ്പിക്ക് ബേസ് വെച്ചെടുക്കാതെ ഒരു 5 ചോദ്യ പേപ്പർ എടുത്തിട്ട് സയൻസിലെ ചോദ്യങ്ങൾ എഴുതിയതാണ്. ഓക്കെ, നമുക്കൊന്ന് സെറ്റാക്കാം. അപ്പോൾ കുറച്ച് റിവിഷനെ എടുത്തോളം എന്നറിയാം. ഇനി നമുക്ക് സെറ്റാക്കാം. ഇതിൻ്റെ ഇടയ്ക്കൂടെ പോവാം. ചിലപ്പോൾ ടോപ്പിക്ക് പോയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ പറയത്തില്ലേ അതാണ്ട് ഈ ചോദ്യം പല തവണ ആവർത്തിച്ചിരിക്കുന്നത്. LDCക്കും LGSനും കഴിഞ്ഞ ലാബ് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ഇതിലൊക്കെ കാണാം. രാജകീയ ദ്രാവകം എന്ന് വിളിക്കേണ്ടത് അക്വാ റീജിയാണ്. ആരെയാണ്? അക്വാ റീജിയാണ് രാജകീയ ദ്രാവകം. റീഗൽ വാട്ടർ
വാട്ടർ എന്ന് വിളിക്കുന്നത് എന്ത് എന്ന് അടുത്ത ചോദ്യം. ഒരു ചോദ്യത്തിൽ രാജകീയ ദ്രാവകം എന്ന് പറഞ്ഞപ്പോൾ അടുത്ത ചോദ്യത്തിൽ കിടക്കുന്ന റീഗൽ വാട്ടർ എന്നറിയപ്പെടുന്നത് ഏതാണ്? നമ്മുടെ രാജകീയ ദ്രാവകത്തിന് പറയുന്നതാണ് അക്വാ റീജിയ. നൈട്രിക് ആസിഡിന്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും മിശ്രിതമാണ്. അതായത് ഈ അംശബന്ധം ഒന്ന് പഠിച്ചു വെക്കണേ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നൈട്രിക് ആസിഡിൻ്റെ HNO3യും HClഉം ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും മിശ്രിതം. പുതിയ ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് 1:3. നൈട്രിക് ആസിഡ് 1 ഉള്ളത്, ഹൈഡ്രോക്ലോറിക് ആസിഡ് 3 കേട്ടോ. ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും നൈട്രിക് ആസിഡിൻ്റെയും മിശ്രിതം ഏതാണ്? 1:3 അക്വാ റീജിയ. ആമാശയത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ആമാശയത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക്. ഈ സ്വർണവും പ്ലാറ്റിനവും ലയിക്കുന്നത് അക്വാ റീജിയ ലായനിയിലാണ്. വെള്ളി മാത്രം ലയിക്കത്തില്ല കേട്ടോ. 3 കുലീന ലോഹങ്ങൾ. നമുക്ക് കുലീന ലോഹങ്ങൾ എന്നേതൊക്കെ? സ്വർണം, വെള്ളി, പ്ലാറ്റിനം. അതിൽ സ്വർണവും പ്ലാറ്റിനവും ലയിക്കുന്ന ലായനി ഏതെന്ന് ചോദിച്ചാൽ ഏതാ? അക്വാ റീജിയ. പൊതുവെ അക്വാ റീജിയയുടെ നിറം ചോദിച്ചാൽ മഞ്ഞ. LGSന് ചോദിച്ചിട്ടുള്ളത് മഞ്ഞയാണ് അക്വാ റീജിയയുടെ. ഏതൊക്കെ പഠിച്ചടെ? രാജകീയ ദ്രാവകം എന്നറിയപ്പെടുന്നു, റീഗൽ വാട്ടർ എന്ന് വിളിക്കുന്നു, ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ നൈട്രിക് ആസിഡിന്റെ മിശ്രിതമാണ്, 1:3 എന്നാണ് അംശബന്ധം. പിന്നെ നമ്മൾ പഠിച്ചത് സ്വർണവും വെള്ളി പ്ലാറ്റിനവും ലയിക്കുന്ന ലായനി ഏതാണ്? അക്വാ റീജിയ. ലയിക്കാത്ത കുലീന ലോഹം ഏതാ? വെള്ളിയാണ് അല്ലേ. അക്വാ റീജിയയുടെ നിറം എന്താണ്? മഞ്ഞ. നമ്മൾ മഞ്ഞ വേറെ എവിടെയൊക്കെ പഠിച്ചിട്ടില്ലേ? സയന്റിഫിക് ലബോറട്ടറികളിൽ അപകടത്തെ സൂചിപ്പിക്കുന്ന നിറം ഏത് എന്ന് ചോദിച്ചിട്ടില്ലേ? സയന്റിഫിക് ലബോറട്ടറികളിൽ അപകടത്തെ സൂചിപ്പിക്കുന്ന നിറവും മഞ്ഞയാണ്, ഓർത്ത് വെച്ചിരിക്കണേ. അതുപോലെ ഒളിമ്പിക്സ് പതാകയിൽ മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ ഏഷ്യയാണ്. നമ്മുടെ ഏഷ്യയാണ് മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാലും ഏഷ്യയാണ്, ഓർത്ത് വെച്ചിരിക്കണേ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യമല്ല, അക്വാ റീജിയ കണ്ടെത്തിയ ആള് ജാബിർ ഇബിൻ ഹയാൻ എന്ന് വിളിക്കുന്ന ആളാണ്. അക്വാ റീജിയ കണ്ടെത്തിയത് ജാബിർ ഇബിൻ ഹയാൻ. അക്വാ റീജിയയുടെ രാസസൂത്രം ഒന്ന് പഠിച്ചേരെ. Cl3H4NO3 നൈട്രോ ഹൈഡ്രോക്ലോറിക് ആസിഡ്. LDC പരീക്ഷകൾക്കും അല്ലെങ്കിൽ മെയിൻ പരീക്ഷകൾക്കൊക്കെ വരാം. അക്വാ റീജിയയുടെ രാസസൂത്രം Cl3H4NO3 നൈട്രോ ഹൈഡ്രോക്ലോറിക് ആസിഡ്. സെറ്റാണല്ലോ. ഇത് ഇന്ന് പല തവണ വന്നതുകൊണ്ട് ആ ഒരു ചോദ്യം ഒന്ന് റിവിഷൻ നടത്തി വെച്ചേക്കണം. അടുത്തതാണ്ട് ആവർത്തിക്കുന്ന, ഇത് നിങ്ങൾ എല്ലാവരും പഠിച്ചതാണ് ഞാൻ, അതുകൊണ്ട് എന്നാലും പല ചോദ്യപേപ്പർ പ്രിലിംസിന്റെ ചോദ്യപേപ്പറെ കണ്ടുവരുന്നു. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഹൈഡ്രജനും ഏറ്റവും കൂടുതൽ കാണുന്ന 2ാം സ്ഥാനത്ത് ഹീലിയം. പഠിച്ചു വെക്കണേ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന 2ാമത്തെ മൂലകം ഏതാണ്? ഹീലിയമാണ്. അടുത്തത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം നൈട്രജൻ, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന 2ാമത്തെ മൂലകം ഓക്സിജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ, ഏറ്റവും കൂടുതലുള്ള 2ാമത്തെ മൂലകം ഏതാണ്? ഓക്സിജൻ. ഇത് പറയാം. അടുത്ത ഭൂവൽക്കവും കൂടെ പഠിച്ചേരെ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ, ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന 2ാമത്തെ മൂലകം സിലിക്കൻ ആണ്. ഭൂവൽക്കം വരുമ്പോൾ ശ്രദ്ധിച്ചോണേ, 2ാമത്തത് ചോദിച്ചാൽ സിലിക്കൻ ആണ്. അപ്പൊ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഓക്സിജനും, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന 2ാമത്തെ മൂലകം ഏതാണ്? സിലിക്കൻ ആണെന്ന് പറയട്ടെ. ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് ധ്രുവ പ്രദേശങ്ങളിലാണ്. ഏറ്റവും കൂടുതലാണ്, അത് പഠിച്ചു വെക്കണേ. ഏറ്റവും കൂടുതൽ ഭാരം, ഈ കൂടുതൽ മറന്നു പോരുത്, കുറവ് വരുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്ത്. ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം എവിടെയാണ്? ധ്രുവ പ്രദേശങ്ങളിൽ. ഇതൊന്നും നോക്കെ, ഭൂമിയുടെ ഉപരിതലത്തിൽ ആരം കുറഞ്ഞ പ്രദേശം ധ്രുവ പ്രദേശമാണ്. അതിനാൽ അവിടെ ഭൂമിയുടെ ഭൂഗുരുത്വാകർഷണവും വസ്തുക്കളുടെ അനുഭവപ്പെടുന്ന ഭാരവും കൂടുതലായിരിക്കും. പഠിച്ചു വെച്ചിരിക്കണേ. അപ്പം ഭൂമിയുടെ ഉപരിതലത്തിന്റെ ആരം കുറഞ്ഞ ഭാഗം ആരം കുറഞ്ഞ ഭാഗം ഏതാണ്? ധ്രുവ പ്രദേശം. അതുകൊണ്ടാണ് ഭൂഗുരുത്വാകർഷണ ബലവും വസ്തുക്കളുടെ ഭാരവും ഏറ്റവും കുറവ് എവിടെയെന്ന് ചോദിച്ചാൽ ഏതാണ്? ധ്രുവ പ്രദേശം. ഉറപ്പായിട്ട് കിട്ടിയിരിക്കും. ഞാൻ പല ചോദ്യ പേപ്പറിലും ആവർത്തിക്കുന്നുണ്ട് ഈ ഒരു മോഡൽ, അതുകൊണ്ടാണ് അത് എഴുതി വെച്ചേക്കുന്നത്. ഒരു വസ്തുവിന് ഏറ്റവും കുറവ് ഭാരം അനുഭവപ്പെടുന്നത് ഇപ്പൊ നമ്മൾ പഠിച്ചു, ഏതാ? ഭൂമധ്യരേഖാ പ്രദേശത്താണ്. അവിടെയും തിരിച്ച ഭൂമിയുടെ ഉപരിതലത്തിൽ ആരം കൂടിയ പ്രദേശമായ ഭൂമധ്യരേഖാ പ്രദേശത്ത് ഭൂമിയുടെ ഗുരുത്വാകർഷണം കുറവായിരിക്കും. അതിനാൽ അവിടെ വസ്തുക്കൾക്ക് എന്തായിരിക്കും? അവിടെ ഭാരവും കുറവായിരിക്കും. അതിനാൽ വസ്തുക്കൾക്ക് ഭാരവും കുറവായിരിക്കും. ഇത്രയും മനസ്സിലായില്ലേ? ഒരു വസ്തുവിന് ഏറ്റവും കുറവ് ഭാരം അനുഭവപ്പെടുന്നത് എവിടെയാണ്? ഭൂമധ്യരേഖാ പ്രദേശത്താണ്. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. 10 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിന്റെ ഭൂകേന്ദ്രത്തിന്റെ ഭാരം എത്ര? ഇത് ആവർത്തിച്ചിരിക്കുന്നു, 0 ആയിരിക്കും. 10 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിന്റെ ഭൂകേന്ദ്രത്തിന്റെ ഭാരം എത്രയാണ്? 0 ആയിരിക്കും. നോക്കേ, ഭൂമിയുടെ കേന്ദ്രത്തിലിരിക്കുന്ന വസ്തുവിനെ അതിനെ ചുറ്റുമുള്ള ദ്രവ്യം എല്ലാ ദിശകളിലേക്കും ഒരേപോലെ ആകർഷിക്കുന്നതിനാലാണ്. അതിന്റെ ചുറ്റുമുള്ള ദ്രവ്യം എല്ലാ ദിശകളിലേക്കും ഒരേപോലെ ആകർഷിക്കുന്നതിനാൽ ഭൂകേന്ദ്രത്തിൽ വസ്തുവിന്റെ ഭാരം എത്ര ആയിരിക്കും? ഇവിടെ 0 ആയിരിക്കും. ഇത് സ്റ്റേറ്റ്മെന്റ് വന്നതാണ്. സ്റ്റേറ്റ്മെന്റ്
അതുകൊണ്ട് ഇത് എഴുതി തന്നെ പഠിച്ചേക്കണം കേട്ടോ. സ്റ്റേറ്റ്മെന്റ് വരുന്ന ഒരു ചോദ്യമാണ്. അടുത്തൊക്കെ ഭൂകേന്ദ്രത്തിൽ ഭൂഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം 0 അതിനാൽ ഭൂകേന്ദ്രത്തിൽ വസ്തുക്കളുടെ ഭാരം 0 ആയിരിക്കും. ഈ 2 പോയിന്റും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് LDC പരീക്ഷയ്ക്ക് പ്രിലിംസിൻ്റെയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സൂക്ഷിച്ചു വെച്ചിരിക്കുക കേട്ടോ. എന്താണ്? ഭൂകേന്ദ്രത്തിൽ ഭൂഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം 0 അതിനാൽ ഭൂകേന്ദ്രത്തിൽ വസ്തുക്കളുടെ ഭാരം എത്ര ആയിരിക്കും? ഇവിടെ 0 ആയിരിക്കും. ഓർത്തു വെച്ചിരിക്കുക. അടുത്തത് ഇതൊരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്, പലതവണ കണ്ടിട്ടുള്ളതാണ്. ഉയർന്ന താപനില അളക്കുന്ന ഉപകരണത്തെ പൈറോമീറ്റർ എന്നും വളരെ താഴ്ന്ന താപനില അളക്കാൻ ഉപയോഗിക്കുന്നത് ക്രയോജനിക്സ് എന്നാണ്. അപ്പൊ താപനിലയുടെ കാര്യത്തിൽ ഉയർന്ന താപനില ചോദിച്ചാൽ പൈറോമീറ്ററും വളരെ താഴ്ന്ന താപനില അളക്കുന്ന ഉപകരണം ഏതാണ്? ക്രയോമീറ്റർ അല്ലെങ്കിൽ ക്രയോജനിക്സ്. താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനമാണ് ക്രയോജനിക്സ്. ഇത് മീറ്റർ ചോദിച്ചിരിക്കുന്നു, ഉപകരണം ചോദിച്ചാൽ. പ്രകൃതിയിൽ ഏറ്റവും ശക്തമായ ബലം ഏതാണ്? ന്യൂക്ലിയർ ബലം അഥവാ അണുകേന്ദ്ര ബലമാണ് ഏറ്റവും ശക്തമായത്. ഏറ്റവും ശക്തി കുറഞ്ഞത് ഭൂഗുരുത്വാകർഷണ ബലമാണ്. പഠിച്ചു വെച്ചിരിക്കണേ. ഇതും പ്രിലിംസിൽ ആവർത്തിച്ചത് കണ്ടതുകൊണ്ട് എഴുതിയതാണ്. ഏറ്റവും ശക്തി മുമ്പൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒരു പോർഷൻ കണ്ടപ്പോൾ ഞാൻ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തുകൊണ്ടെന്ന പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം ന്യൂക്ലിയർ ബലവും പ്രകൃതിയിലെ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഏതാണ്? ഭൂഗുരുത്വാകർഷണ ബലവുമാണ്. ഓക്കെ, അടുത്ത ശബ്ദത്തിന്റെ ഏറ്റവും കുറഞ്ഞ വേഗതയെ സബ്സോണിക് എന്നല്ലേ പറയുന്നത്? ഇൻഫ്രാസോണിക് അല്ലെങ്കിൽ സബ്സോണിക്. 2 ഇരട്ടി വേഗത എന്ന് ചോദിച്ചാൽ ശബ്ദത്തിന്റെ 2 ഇരട്ടി വേഗതയെ സൂപ്പർസോണിക് എന്നും ശബ്ദത്തിന്റെ 5 ഇരട്ടി വേഗതയെ ഹൈപ്പർസോണിക് എന്നും പറയുന്നു. അതുകൊണ്ടാണ് എഴുതിയേക്കുന്നത് 2 ഇരട്ടിയും 5 ഇരട്ടിയും തമ്മിൽ തെറ്റരുത്. 2 ഇരട്ടി വേഗതയെ സൂപ്പർസോണിക്, ശബ്ദത്തിന്റെ 5 ഇരട്ടി വേഗത എന്ന് വാക്കാണെങ്കിൽ ഏതാ? ഹൈപ്പർസോണിക് ആണ് എഴുതി വെക്കേണ്ടത്. അതും നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തം. 2 സിദ്ധാന്തങ്ങളും പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തം അവതരിപ്പിച്ചത് ഐസക് ന്യൂട്ടൻ. പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം കണ്ടുപിടിച്ചത് ക്രിസ്റ്റ്യൻ ഹൈജൻസ്. പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തം ആരുടെ? ഐസക് ന്യൂട്ടൻ. സൂര്യപ്രകാശത്തിന് 7 ഘടകവർണ്ണങ്ങൾ ഉണ്ടെന്നൊക്കെ കണ്ടെത്തിയതാരാ? ഐസക് ന്യൂട്ടൻ. ഭൂഗുരുത്വാകർഷണ സിദ്ധാന്തവും കണികാ സിദ്ധാന്തവും ഒക്കെ ഐസക് ന്യൂട്ടന്റെയാണ്. തരംഗ സിദ്ധാന്തം ക്രിസ്റ്റ്യൻ ഹൈജൻസ് ആണ്. അടുത്ത ശബ്ദത്തിന്റെ സിമ്പിൾ ക്വസ്റ്റ്യൻ എല്ലാം എഴുതിയിട്ടുണ്ട്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അക്വാസ്റ്റിക്സ്. ശബ്ദ തീവ്രത അളക്കുന്ന ഉപകരണം ഡെസിബൽ. ശബ്ദം ഏത് തരം തരംഗമാണ്? അനുദൈർഘ്യ തരംഗം. ശബ്ദം അനുദൈർഘ്യ തരംഗം. പ്രകാശമാണ് അനുപ്രസ്ഥ തരംഗം വരേണ്ടത്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം വേണം അല്ലെ? മാധ്യമം ഉണ്ടെങ്കിലേ ശബ്ദം പോകത്തുള്ളൂ. ഏത് തരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ പോകുന്നതെന്ന് ചോദിച്ചാൽ കരമാധ്യമങ്ങൾ. ഇങ്ങനെ നമ്മളെ തടിയൊക്കെ ഇല്ലേ, കരം മാധ്യമങ്ങളിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അക്വാസ്റ്റിക്സ്. ശബ്ദ തീവ്രത അളക്കുന്ന ഉപകരണം ഡെസിബൽ. തീവ്രത അളക്കുന്ന യൂണിറ്റ് ഡെസിബൽ. ശബ്ദ തരംഗങ്ങൾ അനുദൈർഘ്യ തരംഗമാണ്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. ഏത് തരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ പോകേണ്ടത്? കരത്തിലൂടെയാണ്. ഇനി മറ്റേ ഭാഗങ്ങളൊക്കെ ശബ്ദത്തിന്റെ പ്രതിധ്വനി സംഭവിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം, ഒരു ശബ്ദത്തിന് പ്രതിധ്വനി സംഭവിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം 17 മീറ്റർ ആണ്. ശബ്ദം വിവിധ വസ്തുക്കളിൽ തട്ടി ആവർത്തിച്ചുണ്ടാകുന്ന പ്രതിഫലനം അറിയപ്പെടുന്നത് അനുരണനം എന്നതാണ്. ഈ വേർഡ് തെറ്റരുതേ, അനുരണനം എന്നത്. ശബ്ദം വിവിധ വസ്തുക്കളിൽ തട്ടി ആവർത്തിച്ചുണ്ടാകുന്ന പ്രതിഫലനം അറിയപ്പെടുന്നത് ഏതാണ്? അനുരണനം എന്നറിയപ്പെടുന്നു. അടുത്ത പ്രകാശം പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം ഒപ്റ്റിക്സ്. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് കാണ്ടില. പ്രകാശ തരംഗ ദൈർഘ്യത്തിന്റെ യൂണിറ്റ് ആംസ്ട്രം. ഉണ്ടോ? പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് കാണ്ടിലയും പ്രകാശ തരംഗ ദൈർഘ്യത്തിന്റെ യൂണിറ്റ് ചോദിച്ചാൽ ആങ്സ്ട്രം ആണ് പറയേണ്ടത്. തരംഗ ദൈർഘ്യം ഏതാണ്? ആങ്സ്ട്രം ആണ് പ്രകാശ തരംഗ ദൈർഘ്യത്തിന്റെ യൂണിറ്റ്. പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗമാണ്. പ്രകാശത്തിന് മാധ്യമം സഞ്ചരിക്കാൻ മാധ്യമം വേണോ? മാധ്യമം ആവശ്യമില്ല. പ്രകാശ സാന്ദ്രത ഏറ്റവും കുറഞ്ഞത് ശൂന്യതയിലൂടെയും സാന്ദ്രത ഏറ്റവും കൂടിയത് വജ്രമാണ്. വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമവും സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം എന്നൊക്കെ ചോദിച്ചാൽ വജ്രമാണ്. അപ്പോൾ പ്രകാശ സാന്ദ്രത ഏറ്റവും കുറഞ്ഞത് എവിടെയാണ്? ശൂന്യതയിലൂടെയാണ്. സാന്ദ്രത ഏറ്റവും കൂടിയത് വജ്രമാണ്. വേഗത കുറഞ്ഞതും വജ്രത്തിലൂടെ പറ്റത്തുള്ളൂ. ഓക്കെ, അത് സിമ്പിൾ. അടുത്തതും ഇതും LGSന്റെ പ്രിലിംസ് പരീക്ഷയിൽ ആവർത്തിക്കുന്നതാണ്. ഫസ്റ്റ് ചോദ്യം കൂടുതലും കണ്ടത് ഇത് 3 അങ്ങ് എഴുതിയാണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ഫ്ലൂറിനും ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കുറഞ്ഞ മൂലകം സീസിയം ആണ്. അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ മൂലകം ഏതാണ്? ഏറ്റവും കൂടിയ മൂലകം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഫ്ലൂറിൻ ആണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കുറഞ്ഞ മൂലകം ഏതാണ്? സീസിയം. ഇനി ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്നും പറഞ്ഞിട്ടുണ്ട്. പോസിറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ളത് സീസിയത്തിന് തന്നെയാണ്. ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ഏതാണ്? സീസിയത്തിനാണ്. റബ്ബറിന്റെ കാഠിന്യം കൂട്ടാൻ ഉപയോഗിക്കുന്ന മൂലകമാണ് സൾഫർ. നല്ല പോയിന്റ്. പുതിയ ആൾക്കാരൊന്ന് പഠിച്ചു വെക്കണേ. റബ്ബറിന്റെ
റബ്ബറിന്റെ കാഠിന്യം കൂട്ടാൻ ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? സൾഫർ. ഈ റബ്ബറിന്റെ കാഠിന്യം കൂട്ടാൻ സൾഫർ ചേർക്കുന്ന പ്രക്രിയയെ വൾക്കനൈസേഷൻ എന്നാണ് ആ പ്രക്രിയയെ വിളിക്കുന്ന പേര്. അപ്പൊ റബ്ബറിന്റെ കാഠിന്യം കൂട്ടാൻ ഉപയോഗിക്കുന്ന ഏതാണ്? സൾഫർ. കോപ്പറിന്റെ ശത്രു എന്നൊക്കെ വിളിക്കുന്നത് സൾഫറിനെ അല്ലേ? അപ്പൊ റബ്ബറിന്റെ കാഠിന്യം കൂട്ടാൻ സൾഫർ ചേർക്കുന്ന പ്രക്രിയ ഏതാണ്? വൾക്കനൈസേഷൻ എന്നറിയപ്പെടുന്നു. ഇരുമ്പ് തുരുമ്പിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? ഉപയോഗിക്കുന്നത് സിങ്ക് ആണ്. ഇരുമ്പ് തുരുമ്പിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന ഏതാണ്? സിങ്ക്. ഇരുമ്പ് തുരുമ്പിക്കാതിരിക്കാൻ സിങ്ക് ചേർക്കുന്ന പ്രക്രിയയെ ഗാൽവനൈസേഷൻ എന്ന് വിളിക്കുന്നു. ഏതാണ്? ഗാൽവനൈസേഷൻ. ഇരുമ്പ് തുരുമ്പിക്കാതിരിക്കാൻ സിങ്ക് ചേർക്കുന്ന പ്രക്രിയയെ വിളിക്കുന്നത് ഗാൽവനൈസേഷൻ. ഇരുമ്പ് തുരുമ്പിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന ഏതാണ്? സിങ്ക് ആണ്. അത് സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത, വജ്രത്തിന് നീല നിറവും മഞ്ഞ നിറവും എപ്പോഴും ചോദിക്കും. ഇത് പ്ലസ് 2 ചാപ്റ്ററിലൊക്കെ ഉള്ളതാ, 9ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റിലൊക്കെ ഉള്ളതാ. വജ്രത്തിന്റെ നീല നിറം കിട്ടാൻ ബോറോണും വജ്രത്തിന്റെ മഞ്ഞ നിറത്തിന് കാരണമായ മൂലകം നൈട്രജനുമാണ്. തെറ്റരുതേ, ഉറപ്പ് വരുമെന്ന് ഉറപ്പ്. വജ്രത്തിന്റെ നീല നിറം ബോറോൺ, വജ്രത്തിന്റെ മഞ്ഞ നിറം ഏതാണ്? നൈട്രജൻ ആണ്. ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഭൂമിയിൽ 60 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് ചന്ദ്രനിലെ ഭാരം എത്ര? ഇതും പല ചോദ്യ പേപ്പറിൽ കിടക്കുന്നു. 10 കിലോഗ്രാം. അറിയാവുന്നതാണ്, പുതിയ ആൾക്കാർ പഠിച്ചു വെച്ചിരിക്കുക. ഭൂമിയിൽ 60 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് ചന്ദ്രനിലെ ഭാരം എത്ര? 10 കിലോഗ്രാം. ചന്ദ്രന്റെ എത്ര ശതമാനമാണ് ഭൂമിയിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത്? പഠിച്ചു വെച്ചേരെ, 59% കാണാന്ന്. ചന്ദ്രന്റെ എത്ര ശതമാനമാണ് ഭൂമിയിൽ നിന്ന് കാണുന്നത്? 59. ചന്ദ്രന്റെ ഭാരം ഭൂമിയുടെ ഭാരത്തിന്റെ എത്ര മടങ്ങാണ്? 1/81 മടങ്ങാണ്. ചന്ദ്രന്റെ ഭാരം ഭൂമിയുടെ ഭാരത്തിന്റെ 1/81 ഭാരം. ചന്ദ്രന്റെ ഭൂഗുരുത്വാകർഷണ ത്വരണം എത്രയാണ്? 1.62 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ. ചന്ദ്രന്റെ ഭൂഗുരുത്വാകർഷണ ത്വരണം എത്രയാണ്? 1.62 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ. ചന്ദ്രന്റെ വ്യാസം എത്രയാണ്? 3475 കിലോമീറ്റർ. ഇതൊക്കെ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് വന്നാൽ ഇതൊന്ന് പഠിച്ചേരെ. ചന്ദ്രന്റെ ഭൂഗുരുത്വാകർഷണ ത്വരണം ഇത് ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് പഠിച്ചേരെ. എല്ലാം വായിച്ചു വിടണേ. 1.62 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ. ഇത് ഞാൻ ഒത്തിരി ചോദ്യ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഇനി സദിശ അളവും അതിശയ അളവും ഇല്ല, ഇത് ഉറപ്പായിട്ട് പ്രിലിംസിന് വരും. അതായത് അളവിനോടൊപ്പം ദിശ പ്രസ്താവിക്കുന്നതാണല്ലോ സദിശ്യം. അളവിനോടൊപ്പം പരിമാണത്തോടൊപ്പം ദിശ പ്രസ്താവിക്കുന്നത് സദിശ്യം. ഉദാഹരണങ്ങൾ പഠിച്ചു വെച്ചിരുടെ. ഭാരം, ത്വരണം, ഭാരം, ത്വരണം, പ്രവേഗം, സ്ഥാനാന്തരം, ബലം, ഇതൊക്കെയാണ് സദിശ അളവ്. അതിശയ അളവ് എന്ന് പറഞ്ഞാൽ അളവിനോടൊപ്പം ദിശ പ്രസ്താവിക്കേണ്ടതാ. സമയം, ദൂരം, മാസ്, വേഗത, നീളം, ഇതൊക്കെ അതിശയ അളവിനാണ് ഉദാഹരണമായിട്ട് വരുന്നത്. അപ്പൊ സദിശ അളവും അതിശയ അളവും നോക്കി വെച്ചേക്കണേ. സദിശ അളവും അതിശയ അളവും ഉറപ്പായിട്ട് വരുന്നതാണ്. അളവിനോടൊപ്പം ദിശ പ്രസ്താവിക്കുന്നത് സദിശ്യം, ദിശ പ്രസ്താവിക്കേണ്ടതില്ലാത്തത് അതിശയ അളവ്. ഓക്കെ, അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഉദാഹരണങ്ങൾ നോക്കേ. സദിശ അളവിന് ഭാരം, ത്വരണം, പ്രവേഗം, സ്ഥാനാന്തരം, ബലം. അതിശയ അളവിന് സമയം, ദൂരം, മാസ്, വേഗത, നീളം. ഓക്കെ, അടുത്തത് ഇൻസുലിൻ. നമ്മുടെ ഇൻസുലിനും കണ്ണുനീരിലും ഒക്കെ അടങ്ങിയിരിക്കുന്നത് സിങ്ക് ആണല്ലോ അല്ലെ. ഇൻസുലിനും കണ്ണുനീരിലും ഒക്കെ അടങ്ങുന്ന ഏതാണ്? സിങ്ക്. നേരത്തെ ഒരെണ്ണം പഠിച്ചു സിങ്ക്. ഏതാ പഠിച്ചേ? ഇരുമ്പ് തുരുമ്പിക്കാതിരിക്കാൻ സിങ്ക് ചേർക്കുന്ന പ്രക്രിയ ഗാൽവനൈസേഷൻ. അപ്പോൾ ഇൻസുലിനും കണ്ണുനീരിലും അടങ്ങിയിരിക്കുന്ന ലോകം സിങ്ക്. ഗാൽവനൈസേഷൻ ഉപയോഗിക്കുന്നത് സിങ്ക് ആണ്. സാധാരണ ബാറ്ററികളിൽ നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്നതും ഏതാണ്? നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്നതും സിങ്ക് ആണ്. അടുത്ത ഓക്കെ, സൈനൈഡ് പ്രക്രിയ. സൈനൈഡ് പ്രക്രിയ വഴി സ്വർണം, വെള്ളി എന്നിവ വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്നത്. സൈനൈഡ് പ്രക്രിയ വഴി സ്വർണം, വെള്ളി എന്നിവ തിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്നതിനും സിങ്ക് ഉപയോഗിക്കാം. എലിവിഷം എന്ന് പറയുന്നത് എന്താണെന്ന്? എലിവിഷം രാസപരമായി അറിയപ്പെടുന്നത് സിങ്ക് ഫോസ്ഫൈഡ്. എലിവിഷം രാസപരമായി അറിയപ്പെടുന്നത് സിങ്ക് ഫോസ്ഫൈഡ്. വൈറ്റ് വിഡ്രിയോൾ എന്നറിയപ്പെടുന്നത് സിങ്ക് സൾഫേറ്റ്. വൈറ്റ് വിഡ്രിയോൾ ഏതാണ്? സിങ്ക് സൾഫേറ്റ്. നാഗപ്പൂക്കൾ എന്ന് വിളിക്കുന്നത് സിങ്ക് ഓക്സൈഡിനെയാണ്. നാഗപ്പൂക്കൾ എന്ന് വിളിക്കുന്നത് സിങ്കോ. അപ്പൊ എലിവിഷം സിങ്ക് ഫോസ്ഫൈഡ്, വൈറ്റ് വിഡ്രിയോൾ സിങ്ക് സൾഫേറ്റ്, നാഗപ്പൂക്കൾ എന്നൊരു അപരനാമമാർക്കാണ് സിങ്ക് ഓക്സൈഡിനെയാണ്. ഓക്കെ, ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രീവിയസാ, ബാക്കി കണക്റ്റഡ് ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം രാസോർജം ഗതികോർജമായി മാറുന്നു. ഏതാവുന്നു? രാസോർജം ഗതികോർജമായി. ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ശബ്ദോർജം വൈദ്യുതോർജമായി മാറുന്നു. അപ്പൊ രണ്ടെണ്ണം പഠിച്ചേ. ഒരു പെട്രോൾ കാറിലാകുമ്പം രാസോർജം ഗതികോർജമായി മാറുന്നു. ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ ഉൾക്കുന്ന ഊർജ്ജമാറ്റം ശബ്ദോർജം വൈദ്യുതോർജമായി മാറുന്നു. പ്രകാശ
പ്രകാശ സംശ്ലേഷണത്തിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം പ്രകാശോർജ്ജം രാസോർജ്ജമായി മാറുന്നു. ഇത് ഉറപ്പായിട്ട് വരാൻ സാധ്യതയുണ്ട്. പ്രകാശ സംശ്ലേഷണത്തിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം ഏതാണ്? പ്രകാശോർജ്ജം രാസോർജ്ജമായി മാറുന്നു. അപ്പോൾ ഒരു പെട്രോൾ കാറിലാകുമ്പോൾ രാസോർജ്ജം ഗതികോർജ്ജമായി, ചലിക്കും ചുരുളിലെ മൈക്രോഫോണിൽ ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായി, പ്രകാശ സംശ്ലേഷണത്തിൽ ഏതാണ്? പ്രകാശോർജ്ജം രാസോർജ്ജമായി. അതും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഡൈനാമോ, ജനറേറ്റർ, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജം നിങ്ങൾക്ക് വരുമെന്ന് ഉറപ്പ് പറയുന്ന ഈ ഊർജ്ജമാറ്റത്തിൽ ഇതായിരിക്കും. ഡൈനാമോ അല്ലെങ്കിൽ ജനറേറ്റർ എന്നൊക്കെ ചോദിക്കാം. ഏതാണ്? യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നതാണ് ഡൈനാമോയുടെ പ്രവർത്തന തത്വം. ലൗഡ് സ്പീക്കർ ആകുമ്പോൾ വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായി മാറുന്നു. സോളാർ സെല്ലിൽ സൗരോർജ്ജം വൈദ്യുതോർജ്ജം, അതൊക്കെ ഗസ് ചെയ്യാലോ. ലൗഡ് സ്പീക്കർ ആകുമ്പോൾ വൈദ്യുതോർജ്ജം ശബ്ദം, സോളാർ ആകുമ്പോൾ സൗരോർജ്ജം വൈദ്യുതോർജ്ജം, മൈക്രോഫോൺ ആകുമ്പോൾ ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജം, അങ്ങനെ വെച്ച് ഗസ് ചെയ്ത് അങ്ങ് എഴുതണേ. മൈക്രോഫോൺ ആകുമ്പോൾ ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. ഇലക്ട്രിക് ഫാൻ ആകുമ്പോൾ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജം, ഫാനല്ലേ യാന്ത്രികോർജ്ജം. ഇലക്ട്രിക് ബെല്ലാകുമ്പോൾ വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജം. ബാറ്ററി, ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ബാറ്ററിയിൽ രാസോർജ്ജം വൈദ്യുതോർജ്ജം, രാസോർജ്ജമാണ്. ബാറ്ററിയിൽ രാസോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. ഇത് കുറച്ച് എഴുതിയോളൂ, ആവർത്തിക്കുന്നുണ്ട് പരീക്ഷയ്ക്ക്. പ്രിലിംസിന് ഊർജ്ജ പരിവർത്തനം ആവർത്തിക്കുന്നുണ്ട്. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എഴുതിയതാണ്. ഓക്കെ, ഇനി ഇത് ഞാൻ കഴിഞ്ഞ പരീക്ഷയിൽ ചോദ്യം കണ്ടതാ. പ്രിലിംസിന്റെ ചോദ്യ പേപ്പറിൽ ചലനവുമായി താഴെ തന്നിരിക്കുന്ന ബന്ധപ്പെട്ട സമവാക്യത്തിൽ ശരിയായത് ഏത്? ഇങ്ങനെ എഴുതിയിരുന്നു. അപ്പം u² = v² - 2as കേട്ടോ. u² v² - 2as ഓർത്തു വെച്ചിരിക്കണേ. ഇതാണ് കറക്റ്റ്. അതായത് v അന്ത്യപ്രവേഗം, u ആദ്യപ്രവേഗം, a ത്വരണം, s സ്ഥാനാന്തരം, t സമയം പഠിച്ചു വെച്ചിരിക്കുക. ഇതിന്റെ മൂന്നും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ആ 3 ചലന സമവാക്യം ഒന്ന് നോക്കാം. ഉറപ്പ് ഇതിൽ മാർക്ക് പോകരുത്. ഇത് എളുപ്പമുള്ളതാണ്. ഇത് കളഞ്ഞ ചിലവർ ഇത് കാണുമ്പോഴേ എടുത്തങ്ങ് കളയും. u² = v² - 2as എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. അതാണ്ട് ഈ 3 എണ്ണം പഠിച്ചിട്ടങ്ങ് കയറിയരെ. ഒന്നാം ചലന സമവാക്യം v = u + at, v = u + at. രണ്ടാം ചലന നിയമം s = ut + half at², half at². ഓർത്തു വെച്ചിരിക്കണേ. സ്ഥാന സമയബന്ധം കാണിക്കാനാണ് 2. മൂന്നാം ചലന സമവാക്യം തിരിച്ചും മറിച്ചും 2 എണ്ണം എഴുതാം. v², ഇവിടെ എഴുതിയിരിക്കുന്നത് v² ആണ്. v² = u² + 2as. ഇത് തിരിച്ചെഴുതിയേക്കുക. u² ചോദിച്ചാൽ v² - 2as പഠിച്ചു വെച്ചിരിക്കണേ. അപ്പൊ 3 ചലന സമവാക്യത്തിന്റെയും ഇമ്പോർട്ടന്റ് കഴിഞ്ഞ പ്രിലിംസിന് ചോദിച്ചതാണ്. കഴിഞ്ഞ പ്രിലിംസിന് ഈ ചോദ്യമാണ് ചോദിച്ചത്. ചലനവുമായി ബന്ധപ്പെട്ട കുറച്ച് സമവാക്യം തന്നു. അതിലേത്? ഏതാണ്ട് 3ആം ചലന സമവാക്യമാണ് ചോദിച്ചിരുന്നത്. അതുകൊണ്ട് ഈ 3 ചലന സമവാക്യത്തിന്റെയും അതങ്ങ് പഠിച്ചു വെച്ചിരിക്കുക. ഒന്നാം ചലന സമവാക്യം v = u + at, രണ്ടാം ചലന നിയമം s = ut + half at², മൂന്നാം ചലന നിയമം v² = u² + 2as, u² = v² - 2as. ഇതൊന്ന് ശ്രദ്ധിച്ചോടെ, പഠിച്ചിട്ട് കയറണേ. അടുത്തത് സിമ്പിൾ ക്വസ്റ്റ്യൻ. സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും അല്ലേ? സൂര്യഗ്രഹണത്തിന് കാരണമായ ശരിയായ ക്രമീകരണം ഭൂമിക്കും സൂര്യനും ഇടയിൽ ആര് വരുന്നത്? ചന്ദ്രൻ വരുന്നത്. ഈ സമവാക്യം പഠിച്ചാലും മതി. EMS സൂര്യനെ പോലെ തിളങ്ങി എന്നൊരു വരി പഠിച്ചാലും മതി. EMS നടുക്കാരാടെ വന്ന EMSന്റെ M ചന്ദ്രൻ, സൂര്യൻ, ഭൂമി. അപ്പൊ സൂര്യനെ പോലെ തിളങ്ങി. ചന്ദ്രഗ്രഹണം MES എന്ന് പഠിച്ചാലും മതി. ഒരെണ്ണം പഠിച്ചാൽ മറ്റേതാണ്. ഒരാള് ചന്ദ്രൻ നടുക്ക് വരുന്നത് ആരാ? ചന്ദ്രൻ നടുക്ക് വന്നാൽ സൂര്യഗ്രഹണവും, ഭൂമി നടുക്ക് വന്നാൽ ഏതാ? ചന്ദ്രഗ്രഹണം. അപ്പൊ ചന്ദ്രഗ്രഹണത്തിന് കാരണമായ ശരിയായ ക്രമീകരണം സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വരുന്നു. MES എന്ന് വിളിക്കുന്നു. ഓക്കെ, പഠിച്ചു വെച്ചിരിക്കുക. ഇനി ഇതും പ്രിലിംസിന്റെ ചോദ്യ പേപ്പറിൽ കണ്ടേ. കോൺകേവ് ദർപ്പണത്തിന്റെ വിവിധ പ്രതിബിംബ രൂപീകരണങ്ങൾ ഏതൊക്കെയാണ്? വസ്തു സിക്ക് അപ്പുറമായിരിക്കുമ്പോൾ പ്രതിബിംബം വരുന്നത് സിക്കും എഫിനും ഇടയിൽ തലകീഴായും യഥാർത്ഥവും ചെറുതുമായിരിക്കും. ഇങ്ങനെയുള്ളത് വരുവേ. ഒന്നും കൂടെ, വസ്തു സിക്ക് അപ്പുറം വെച്ചിരിക്കുകയാണെങ്കിൽ അതിന്റെ പ്രതിബിംബം സിക്കും എഫിനും ഇടയിൽ തലകീഴായതും യഥാർത്ഥവും ചെറുതും. ഒന്ന് പഠിച്ചേ. ഇതാണ് ഒന്നാമത്തത്. പഠിച്ചു വെച്ചിരിക്കണേ. കോൺകേവ് ദർപ്പണത്തിന്റെയാണ് പറയുന്നത്. അടുത്ത ഓക്കെ, വസ്തു സീൽ ആയിരിക്കുമ്പോൾ, സിക്ക് അപ്പുറം അല്ല, സീലായിരിക്കുമ്പോൾ പ്രതിബിംബം സീലായിരിക്കും. യഥാർത്ഥവും തലകീഴായതും ഒരേ വലിപ്പവും ഉള്ളതായിരിക്കും. യഥാർത്ഥവും തലകീഴായതും ഒരേ വലിപ്പമായിരിക്കും. വസ്തു എഫിലായിരിക്കുമ്പോൾ പ്രതിബിംബം അനന്തതയിൽ ഉണ്ടാവുന്ന പ്രതിബിംബം വളരെ വലുതും തലകീഴായതും
യഥാർത്ഥവുമായിരിക്കും. അനന്തതയിൽ ഉണ്ടാകുന്ന പ്രതിബിംബം വളരെ വലുതും തലകീഴായതും യഥാർത്ഥവുമായിരിക്കും. അടുത്തൊക്കെ വസ്തു സിക്കും എഫിനും ഇടയിലായിരിക്കുമ്പോൾ പ്രതിബിംബം യഥാർത്ഥവും തലകീഴായതുമായ പ്രതിബിംബം സിക്ക് അപ്പുറത്ത് ലഭിക്കുന്നു. സിക്കും എഫിനും ഇടയിൽ വരുമ്പോഴാണ് യഥാർത്ഥവും തലകീഴായതും പ്രതിബിംബം സിക്ക് അപ്പുറത്ത് ലഭിക്കും. ഇനി വസ്തു എഫിനും പിക്കും ഇടയിൽ, ഇതിപ്പം ചോദിച്ചു, എഫിനും പിക്കും ഇടയിൽ വെച്ചിരിക്കുമ്പോൾ പ്രതിബിംബം വസ്തുവിനേക്കാൾ വലുതും മിഥ്യയും നിവർന്നതും. ഈ വരികളാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ സി എന്ന് ജസ്റ്റ് പഠിച്ചേ പറ്റൂ, ഇത് ആവശ്യകത, ഇന്ന് ഞാൻ കളയും എന്ന് വിചാരിക്കരുത്. കൊച്ചു കാര്യങ്ങളെ എഴുതിയിട്ടുള്ളൂ. സി എഫിനും പിക്കും ഇടയിൽ പ്രതിബിംബം കോൺകേവ് ദർപ്പണത്തിന്റെ വെച്ചാൽ പ്രതിബിംബം എങ്ങനെയായിരിക്കും? വസ്തുവിനേക്കാൾ വലുതും മിഥ്യയും നിവർന്നതും ആയിരിക്കും. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. ഓക്കെ, ഇനി പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളെ ബ്രൗൺ എനർജി എന്ന് വിളിക്കുന്നു. ഉറപ്പ് വരാൻ പ്രതീക്ഷിക്കാവുന്ന പ്രിലിംസിന്റെ ഒരു ചോദ്യമാണ്. പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളെ എന്ത് വിളിക്കാം? ബ്രൗൺ എനർജി. ബ്രൗൺ എനർജിക്ക് ഉദാഹരണം ആണവ നിലയങ്ങൾ, താപവൈദ്യുത നിലയങ്ങൾ, പെട്രോളിയം, കൽക്കരി, ഇതൊക്കെ നമുക്ക് ആണവ നിലയത്തിന് ഉദാഹരണമായിട്ട് പറയാം. താപം 3 രീതിയിൽ പ്രേഷണം ചെയ്യാതെ: ചാലനം, സംവഹനം, വികിരണം. ഇതും ഉറപ്പായിട്ട് LGSന് വരുന്നതാണ്. താപം പ്രേഷണം ചെയ്യുന്ന, താപ കൈമാറ്റം ചെയ്യുന്ന 3 രീതി: ഒന്നുകിൽ ചാലനം, അല്ലെങ്കിൽ സംവഹനം, വികിരണം. അതായത് ചാലനം നോക്കേ, തന്മാത്രകളുടെ കമ്പന ചലനത്തിലൂടെ ഒരു തന്മാത്രയിൽ നിന്നും മറ്റൊരു തന്മാത്രയിലേക്ക് താപം കൈമാറുന്നു. അതായത് നമ്മുടെ കരപദാർത്ഥങ്ങളിൽ ഉണ്ടാകുന്ന ചൂടുകളുണ്ടല്ലോ, നമ്മളെ കരപദാർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മളെ സാധനങ്ങളല്ല, ഇതിലുണ്ടാകുന്ന ചൂടുകളുണ്ടല്ലോ, ഈ ചൂടിനെ താപം കൈമാറ്റം ചെയ്യുന്ന രീതിയെ ചാലനം എന്ന് വിളിക്കുന്നു. തന്മാത്രകളുടെ കമ്പന ചലനത്തിലൂടെ ഒരു തന്മാത്രയിൽ നിന്നും മറ്റൊരു തന്മാത്രയിലേക്ക് താപം കൈമാറുന്ന രീതി ഏതാണ്? ചാലന. എക്സ്പ്ലനേഷൻ പഠിക്കണേ, GK മാത്രം പഠിക്കരുത്, എക്സ്പ്ലനേഷൻ പഠിക്കണം. അടുത്തൊക്കെ സംവഹനം എന്താ? തന്മാത്രകളുടെ സ്ഥാനം മാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യും. ഈ സ്ഥാനം മാറ്റം മുഖേന, ഈ വാക്ക് വേണേ, അതിനെ സംവഹനം എന്ന് പറയുന്നു. അതായത് ദ്രാവകങ്ങളിലും വാതകങ്ങളിലും നടക്കുന്ന താപപ്രേഷണ രീതി. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും വരുന്ന താപം പോകുന്ന രീതി. ദ്രാവകം എന്ന് പറഞ്ഞാൽ വെള്ളം, വാതകം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞാലേ നീരാവിയായിട്ട് പോകുന്ന കാര്യങ്ങളെല്ലാം, അവിടുത്തെ ചൂട് രീതികളാണ് സംവഹനം എന്ന് വിളിക്കുന്നത്. വികിരണം എന്ന് പറഞ്ഞാൽ എന്താ? വികിരണം ഒരു മാധ്യമത്തിന്റെയും സഹായമില്ലാതെ താപപ്രേഷണം നടക്കുന്നത് വികിരണമാണ്. സൂര്യനിൽ നിന്നും ചൂട് നേരെ ഭൂമിയിലേക്ക് വരികയല്ലേ, അതാണ് വികിരണം. സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് ചൂട് നേരെ വരുന്ന രീതി ഏതാ? വികിരണം. ഒരു മാധ്യമത്തിന്റെയും സഹായമില്ലാതെ താപം പ്രേഷണം നടക്കുന്ന രീതിയാണ്. ഓക്കെ, കരക്കാറ്റും കടൽക്കാറ്റും സംവഹനമാണ്. കാരണം എന്താ? അവിടെ ആ ദ്രാവകവും വാതകവും നമ്മൾ പറയാറുള്ളത്. കത്തുന്ന ബൾബിന് താഴെ നിൽക്കുന്ന ഒരാൾക്ക് ചൂട് ലഭിക്കുന്ന ഏതാ? വികിരണം. നമ്മൾ നേരത്തെ സൂര്യന്റെ ചൂട് നേരെ വരുന്നതും വികിരണമാണ്. കത്തുന്ന ബൾബിന് താഴെ നിൽക്കുന്ന ഒരാൾക്ക് ചൂട് കിട്ടുന്നതും വികിരണമാണ്. അപ്പൊ ചാലനം, സംവഹനം, വികിരണം ഉറപ്പായിട്ട് പഠിച്ചേ പറ്റൂ. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആവശ്യകത നിങ്ങളുടെ ആണെന്ന് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. പഠിച്ചു വെച്ചിട്ട് കടലിൽ സഞ്ചരിക്കാൻ നാവികരെ പ്രധാനമായും സഹായിക്കുന്ന നക്ഷത്ര സമൂഹത്തെ ഉർസ മൈനർ എന്ന് വിളിക്കുന്നത്. കടൽ സഞ്ചരിക്കാൻ നാവികരെ പ്രധാനമായും സഹായിക്കുന്ന നക്ഷത്ര സമൂഹം ഏതാ? ഉർസ മൈനർ. വേട്ടക്കാരൻ എന്നൊക്കെ കേട്ടില്ലേ, പക്ഷെ കറക്റ്റ് ഉർസ മൈനർ ആണ്. ലിറ്റിൽ ഡിപ്പർ എന്നൊരു അപരനാമം ഉർസ മൈനർക്കുണ്ട്. ഉർസ മൈനർ വടക്കൻ അർദ്ധഗോളത്തിലെ നാവികർക്ക് അവരുടെ യാത്രയുടെ ദിശ അറിയാൻ ഉപയോഗിച്ചിരുന്ന നക്ഷത്ര സമൂഹമാണ് ഉർസ മൈനർ. വടക്കൻ അർദ്ധഗോളത്തിലെ നാവികർക്ക് അവരുടെ യാത്രയുടെ ദിശ അറിയാൻ ഉപയോഗിക്കുന്ന നക്ഷത്ര സമൂഹം ഏതാ? ഉർസ മൈനർ. തെക്കൻ അർദ്ധഗോളത്തിൽ നാവികർക്ക് യാത്രയുടെ ദിശ അറിയാൻ ഉപയോഗിക്കുന്ന നക്ഷത്ര സമൂഹം ക്രക്സ് എന്നാണ് വിളിക്കുന്നത്, തെക്കൻ കുരിശ്. അപ്പൊ വടക്കൻ അർദ്ധഗോളത്തിൽ ഉർസ മൈനറും തെക്കൻ അർദ്ധഗോളത്തിലെ നാവികർക്ക് യാത്രയുടെ അറിയാൻ ഉപയോഗിക്കുന്നത് ക്രക്സ് എന്ന് വിളിക്കുന്നു. ഓറിയോൺ അല്ലെങ്കിൽ ഓറിയോൺ എന്ന് വിളിക്കുന്നതാണ് വേട്ടക്കാരൻ. ഓറിയോൺ എന്നറിയപ്പെടുന്ന നക്ഷത്ര സമൂഹം ഏതാ? വേട്ടക്കാരൻ. ഭൂമധ്യരേഖാ പ്രദേശത്ത് ഡിസംബർ മുതൽ മാർച്ച് വരെ കാണപ്പെടുന്ന നക്ഷത്ര സമൂഹമാണ് വേട്ടക്കാരൻ. ഭൂമധ്യരേഖാ പ്രദേശത്ത് ഡിസംബർ മുതൽ മാർച്ച് വരെ കാണപ്പെടുന്ന നക്ഷത്ര സമൂഹം ഏതാണ്? വേട്ടക്കാരൻ. ആൽഫ ഓറിയോൺസ് എന്നറിയപ്പെടുന്ന നക്ഷത്ര സമൂഹം തിരുവാതിരയാണ്. ആൽഫ ഓറിയോണിസ് എന്നറിയപ്പെടുന്നത് തിരുവാതിരയാണ്. ഏറ്റവും തിളക്കമുള്ള 5 നക്ഷത്രങ്ങളാൽ നിർമ്മിതമായ W ആകൃതിയിലുള്ള നക്ഷത്ര സമൂഹത്തെ കശ്യപി എന്ന് വിളിക്കുന്നു. ഏറ്റവും തിളക്കമുള്ള 5 നക്ഷത്രങ്ങളാൽ നിർമ്മിതമായ W ആകൃതിയിലുള്ള നക്ഷത്ര സമൂഹം ഏതാ? കശ്യപി എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി ഹരിതഗൃഹ പ്രഭാവ വാതകങ്ങൾ ഏതൊക്കെയാ? ഹരിതഗൃഹ പ്രഭാവ വാതകങ്ങൾ ഉറപ്പായിട്ട് എല്ലാ പരീക്ഷയ്ക്കും കണ്ടു.
കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബൺ, നീരാവിയൊക്കെ അതിൽ വരും. ഏറ്റവും പ്രധാന വാതകങ്ങൾ ചോദിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഏറ്റവും കൂടുതൽ വരുന്നത് ഹരിതഗൃഹ പ്രഭാവത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കണ്ടുപിടിച്ചത് ജോസഫ് ഫോറിയർ ആണ് കേട്ടോ. ഹരിതഗൃഹ പ്രഭാവം കണ്ടുപിടിച്ചത് ആരാണ്? ജോസഫ് ഫോറിയർ. ഭൂമിയെ കൂടാതെ ഹരിത പ്രഭാവം കൂടുതലുള്ളത് ശുക്രനാണ്. ഭൂമിയെ കൂടാതെ ഹരിതഗൃഹ പ്രഭാവം അനുഭവപ്പെടുന്ന ഒരു ഗ്രഹം ചോദിച്ചാൽ ഏതാണ്? ശുക്രനാണ്. ഹരിതഗൃഹ പ്രഭാവം അനുഭവപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ചോദിച്ചാൽ നമ്മൾ ജീവിക്കുന്ന ജീവനുള്ള മഴ, മഞ്ഞ്, കാറ്റ് ഇതൊക്കെ അനുഭവപ്പെടുന്ന ട്രോപ്പോസ്ഫിയറിലാണ് നമ്മുടെ ഹരിതഗൃഹ പ്രഭാവം അനുഭവപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം. ഹരിതഗൃഹ പ്രഭാവവുമായി ബന്ധപ്പെട്ട ഉടമ്പടിയുടെ പേര് ചോദിച്ചാൽ ക്യോട്ടോ പ്രോട്ടോകോൾ എന്നാണ് പറയുന്നത് കേട്ടോ. ഹരിതഗൃഹ പ്രഭാവവുമായി ബന്ധപ്പെട്ട ഉടമ്പടി ഏതാണ്? ക്യോട്ടോ പ്രോട്ടോകോൾ. ജപ്പാനിലെ ഒരു സ്ഥലമാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. ഇന്ത്യയുടെ ശാസ്ത്രദിനം കണ്ടോ? ഫെബ്രുവരി 28. CV രാമന്റെ രാമൻ ഇഫക്റ്റിന്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട ദിനമാണ് ഇന്ത്യയുടെ ശാസ്ത്രദിനമായിട്ട് ഫെബ്രുവരി 28. ലോക ശാസ്ത്രദിനം ചോദിച്ചു പരീക്ഷയ്ക്ക്, നവംബർ 10. ഇന്ത്യയുടെ ശാസ്ത്രദിനം ഫെബ്രുവരി 28, ലോക ശാസ്ത്രദിനം എന്താണ്? നവംബർ 10. സാന്ദ്രത ഏറ്റവും കൂടുതൽ ഓസ്മിയത്തിനാണ്. സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം ഏതാ? ഓസ്മിയം. ഏറ്റവും ഭാരം കൂടിയ ലോഹം എന്ന് ചോദിച്ചാലും ഓസ്മിയം പറഞ്ഞു. ഭൂമിയിൽ കാണപ്പെടുന്ന ഏറ്റവും കാഠിന്യമുള്ള ലോഹം എന്ന് ചോദിച്ചാൽ ക്രോമിയെ പറയാം. അപ്പോൾ ഏറ്റവും ഭാരം കൂടിയത് ചോദിച്ചാൽ ഓസ്മിയം, കാഠിന്യമുള്ളത് ക്രോമിയമാണ്. സാന്ദ്രത ഏറ്റവും കുറഞ്ഞത് ലിഥിയത്തിനാണ്. സാന്ദ്രത ഏറ്റവും കുറവാർക്കാണ്? സാന്ദ്രത ഏറ്റവും കുറഞ്ഞത് ആർക്കെന്ന് ചോദിച്ചാൽ ലിഥിയമാണ് നമ്മൾ പറയേണ്ടത്. കൊച്ചു ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ഞാൻ എഴുതിയത്. പ്രീവിയസിൽ ഒരു 5 ചോദ്യ പേപ്പർ എടുത്തിട്ട് ഇനിയും ഇതുപോലെ സയൻസ് ഒത്തിരി പേര് പറഞ്ഞതുകൊണ്ട് സാറേ സയൻസ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് തരിക എന്ന് പറഞ്ഞാൽ ഈ കറണ്ട് അഫേഴ്സ് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ സെക്ഷൻ നിങ്ങൾ കമൻ്റ് ആയിട്ട് ഇട്ടിരുന്നാൽ മതിയുടെ. മാക്സിമം ഞാൻ അത് കണക്ട് ചെയ്ത് ഞാൻ കൊണ്ടുവരാം. ഇനി സ്കൂൾ ടെസ്റ്റ് ആരാണ്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. പുതിയ സ്കൂൾ ടെസ്റ്റിലെ ചില ചാപ്റ്ററൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്. എന്നാലും പുതിയ സ്കൂൾ ടെസ്റ്റിലെ 6, 8, 10 സ്കൂൾ ടെസ്റ്റ് ആയിരിക്കും. അടുത്ത ക്ലാസ്സുകളിൽ ഞാൻ കൂടുതൽ കൊണ്ടുവരാം. ഓക്കെ, ഇന്നൊരു ചെറിയ കാര്യമേ പറഞ്ഞോളൂ, റിവിഷനായിട്ട് വന്ന്. എന്നാൽ ഈ സയൻസ്, ഇന്നത്തെ സയൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആ കണക്റ്റഡ് ഫാക്ട്സും കൂടെ എഴുതിയെടുത്ത് അങ്ങ് പഠിച്ചു വെച്ചിരിക്കണേ. ഒത്തിരി ഇട്ട് ബോറടിപ്പിക്കുന്നില്ല. അടുത്ത ക്ലാസ്സിൽ നല്ലൊരു റിവിഷൻ ക്ലാസ്സുമായിട്ട് ഞാൻ വീണ്ടും വരാം. ആദ്യത്തെ ഒരു 10-20 മിനിറ്റ് എങ്കിലും റിവിഷൻ തന്നിട്ട് അടുത്തതിലോട്ട്. പലരും പറയും സാർ ആദ്യമേ കുറേ റിവിഷൻ തരുന്നത് കണക്ട് ചെയ്ത് ഓർത്ത് വെക്കാലോ, ഓരോ സെക്ഷൻ അങ്ങ് പഠിപ്പിക്കാൻ പറഞ്ഞു. എനിക്ക് ഉറപ്പായിട്ട് ചിലർ കേരള പ്രക്ഷോഭം പറയുന്നുണ്ട്, ജോഗ്രഫി എന്ന് പറഞ്ഞു തരാൻ പറയുന്നു. അപ്പം അടുത്ത ക്ലാസ് തൊട്ട് ആദ്യത്തെ കുറേ നേരം നമുക്കൊന്ന് റിവിഷൻ കൊണ്ടുവന്നിട്ട് കൊച്ചു ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത ക്ലാസ്സിൽ സ്കൂൾ ടെസ്റ്റ് കൊണ്ടുവരാം. ഇന്ന് ഞാൻ ഈ സയൻസ് എഴുതിയതുകൊണ്ട്, സയൻസ് ഒത്തിരി എടുത്തില്ല, 5 ചോദ്യ പേപ്പറും കണക്റ്റഡ് ഫാക്ട്സും എടുത്തോളൂ. ഓക്കെ, ഒത്തിരി സന്തോഷത്തോടെ നിർത്തുന്നു. നല്ലൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.